മഷൂക്ക് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് CA ആയ ഒരാളാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമായിരിക്കും മഷൂക്കിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ഞാനിപ്പോൾ എൻ്റെ 10th റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഒരു ആവറേജ് അത്രയേ ഉള്ളൂ, ഒരു ജസ്റ്റ് പാസ്. അപ്പോൾ CA ആവണം എന്നുള്ള സ്വപ്നം കൊണ്ടൊന്നും അല്ല കോഴിക്കോട്ടേക്ക് വരുന്നത്. അല്ലല്ല, CA എടുക്കുന്ന ആൾക്കാർ കൊമേഴ്സ് ആണ് എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കേണ്ടത്, അല്ലെ സയൻസ് ആണ് എടുക്കേണ്ടത്? അത് ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, +2 കഴിഞ്ഞതിന് ശേഷം ഒരാൾ BComോ അതുപോലത്തെ ഡിഗ്രികൾ എടുക്കണോ, അതല്ലെങ്കിൽ CA കോച്ചിങ് ഇതുപോലെ രീതിയിലേക്ക് പോകണോ? സൊസൈറ്റീസ് ആക്ട് പ്രകാരം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമല്ല എല്ലാ സൊസൈറ്റികളും എന്ത് ചെയ്യണം? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണക്ക് കാണിച്ച് ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്താലേ അടുത്ത വർഷത്തേക്ക് റിന്യൂവൽ. ഓക്കെ, ഈ രണ്ടും കൂടെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തിരിക്കുന്നത്? മതപരമായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ CAയും രണ്ടും നല്ല ടഫ് തന്നെയല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ? 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിലാവും. 18 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വെറും 13 പേപ്പർ എഴുതിയാൽ ലൈഫ് സെറ്റാന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കുറേ ആളുകൾക്ക് തോന്നുന്നൊരു സംശയമാണ്, CAക്കാർ കുറേ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ. ഇപ്പോൾ ഇനി മതിയായോ? അളവ് സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയോ? നമസ്കാരം. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത് CA മഷൂഖ് അലി നൂറാനിയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ളൊരു സംശയമാണ്, ശരിക്കും ഈ CAക്കാർ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ പറയാറുണ്ട് ഇത് നല്ല പ്രോമിസിങ് ആയിട്ടുള്ള കരിയറാണ്. പക്ഷേ അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയേണ്ടത് ആർക്കൊക്കെയാണ് CA എന്ന പ്രൊഫഷനിലേക്ക് പോകാൻ പറ്റുക, അതിൻ്റെ സാധ്യതകൾ എന്താണ്? CA അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിൽ മറ്റെന്തൊക്കെ ഓപ്ഷനുകളാണുള്ളത്? പിന്നെ നാട്ടിൽ പല ആളുകളും സംശയിക്കുന്ന ഒരു കാര്യം, CAക്ക് പഠിക്കാൻ പോയിട്ട് പല ആളുകളും വഴിയാധാരായി പോകുന്ന സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രീക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അതേപോലെ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത് CA പ്രൊഫഷൻ, CAക്കാർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, നാട്ടിലുള്ള കച്ചവടക്കാരും കമ്പനികളും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിലും പ്രധാനമായിട്ട് സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. ഇവരൊക്കെ കണക്ക് കൂട്ടുന്ന സമയത്ത്, അതല്ലെങ്കിൽ കണക്ക് സമർപ്പിക്കുന്ന സമയത്ത്, തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് CA മഷൂഖ് അലി നൂറാനിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ആർ പോഡ്കാസ്റ്റ്. നമ്മൾ ആദ്യം നമ്മളെ പോഡ്കാസ്റ്റിൽ സാധാരണ ചെയ്യാറുള്ളത്, മഷൂഖ് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് CA ആയ ഒരാളാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമായിരിക്കും മഷൂഖിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഒരു CA എന്ന പ്രൊഫഷനിലേക്ക് വരുന്നത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. എൻ്റെ നേറ്റീവ് ഗൂഡല്ലൂരാണ്. ഓക്കെ, തമിഴ്നാട് കേരള ബോർഡറിലുള്ളൊരു സ്ഥലമാണ്. കുറച്ച് റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണ്. എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഗൂഡല്ലൂരായിരുന്നു. പിന്നെ ഗൂഡല്ലൂരിൻ്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഹയർ എഡ്യൂക്കേഷന് ഗൂഡല്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് സൗകര്യമില്ല. യൂഷ്വലി അവിടെ ഉള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്നത് പോലെ 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ നല്ല ഹയർ എഡ്യൂക്കേഷൻസ് തിരഞ്ഞ് ഒന്നല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഇത്തരത്തിലുള്ള സിറ്റിയിലേക്ക് മാറലാണ്. ഞാനും ഒബ്വിയസ്ലി അങ്ങനെ 10th വരെ എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ചു. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഫാമിലിയുടെ ഇൻകം സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കോയമ്പത്തൂരിൽ അന്വേഷിച്ചു. നമുക്ക് ഒത്തുപോകുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പിന്നെ കോഴിക്കോട് അന്വേഷിച്ചു. കോഴിക്കോട് തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇസ്ലാമിക് സ്റ്റഡീസും കൂടെ തന്നെ അക്കാഡമിക്സും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം. അങ്ങനെയാണ് ഞാനിവിടെ കോഴിക്കോട് പൂനൂരിലുള്ള മാർക്കസ് ഗാർഡനിൽ എത്തിപ്പെടുന്നത്, മദീനത്തുന്നൂറിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ മദീനത്തുന്നൂറിൽ എത്തി നമ്മൾ പറയുന്നത് പോലെ അന്ന് +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 2 ഓപ്ഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. ബാക്ക് ഇൻ 2014. ഇപ്പോൾ സയൻസ് വന്നു. അന്ന് നമുക്ക് 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഈ പറയുന്നത് പോലെ ഒരു മീഡിയം ലെവൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട്
അവർ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊമേഴ്സിലാണ് നമുക്ക് അലോട്ട്മെൻറ്റും കിട്ടിയത്. കൊമേഴ്സാണ് തിരഞ്ഞെടുത്തത്. അത് കൊമേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ചോദിച്ചെടുത്ത സംഭവമല്ലായിരുന്നു. സാഹചര്യത്തിൽ ആക്സിഡൻ്റലി ഹാപ്പൻഡ് ആയൊരു സംഭവമായിരുന്നു കൊമേഴ്സ് എടുക്കുക എന്നുള്ളത്. കൊമേഴ്സിൽ വന്നതിന് ശേഷം പിന്നെയാണ് ഇപ്പോൾ മദീനത്തുന്നൂറിൻ്റെ അവിടുത്തെ ഡിസിപ്ലിനും അവിടെ പഠിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു ആംബിയൻസാണ് ആ ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ ഒരു ആംബിയൻസിൽ വന്നതിന് ശേഷമാണ് പഠിക്കാൻ കൂടുതൽ താല്പര്യമായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ 10th റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഒരു ആവറേജ് അത്രയേ ഉള്ളൂ, ഒരു ജസ്റ്റ് പാസ് ആവണം എന്നുള്ള സ്വപ്നം കൊണ്ടൊന്നും അല്ല കോഴിക്കോട്ടേക്ക് വരുന്നത്. അല്ലല്ല, ഞാൻ +1 പഠിക്കണം, കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കോഴിക്കോട് വന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ കൊമേഴ്സിൽ ഒരു സ്റ്റുഡൻ്റായി. ശേഷം കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ +1 എനിക്ക് കൊമേഴ്സിൽ ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അന്ന് പഠിപ്പിച്ചിരുന്നൊരു സാറുണ്ട്, ഇസ്മായിൽ സാർ എന്ന് പറഞ്ഞിട്ട്, വയനാട്ടിലാണ്. അവരും +2 എന്നെ പഠിപ്പിച്ചത് ഒരു മുഹമ്മദ് അസരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉസ്താദാണ്. ഇവർ 2 പേരും എന്നോട് +1 പഠിക്കുന്ന സമയത്ത് സാറും +2 പഠിക്കുന്ന സമയത്ത് ഈ ഉസ്താദും എന്നോട് ഒരു വട്ടം അങ്ങനെ CA ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇതെന്താണ് ഈ കോഴ്സ് എന്നും എന്താണ് ഈ കോഴ്സിൻ്റെ സാധ്യതകൾ എന്നും അതിലേക്കുള്ളൊരു റൂട്ട് എങ്ങനെയാണെന്നൊക്കെ ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണ് ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മദീനത്തുന്നൂറിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് എടുക്കണം. കിതാബിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, എന്നാൽ മാത്രമേ മദീനത്തുന്നൂറിൻ്റെ ഒരു കോഴ്സ് പൂർത്തിയാവുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ കൊമേഴ്സ് എടുത്തൊരു സ്റ്റുഡൻറ്റിന് ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ BCom എടുക്കുക എന്നുള്ളത്. അപ്പോൾ BCom എടുക്കാതെ എനിക്ക് ഈ CA റൂട്ടിലേക്ക് പോകാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കൊമേഴ്സ് എടുത്തു, ഈ BCom എടുത്തു, ബാച്ചിലേഴ്സ് കൊമേഴ്സിലായിരുന്നു. കൊമേഴ്സ് ഈ BCom ചെയ്യുന്ന ഇടയിലാണ് ഞാൻ പറയുന്നത് പോലെ ഈ കോഴ്സിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു. അതിൻ്റെ എൻട്രി ലെവൽ കോഴ്സ് ഞാൻ എന്ത് ചെയ്തു, ഫൗണ്ടേഷൻ, CA ഫൗണ്ടേഷനാണ്. വ്യക്തമായി പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ പഠിച്ച പ്രോസസ്സ് ഒന്ന് പറയാൻ പറ്റും, എങ്ങനെ എവിടെ നിന്ന് അത് ഓർമ്മ ഉണ്ടെങ്കിലും? അതായത് ബാക്ക് ഇൻ 2016 നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ കേരളത്തിൽ എത്രത്തോളം പരന്നു കിടക്കുന്ന സ്ഥാപനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും, ബിൽബോർഡുകളോ ഇല്ല, ഒന്നുമില്ല. അന്നൊക്കെ നമ്മൾ പറയുന്നത് മെഡിക്കൽ എൻട്രൻസ്, പിന്നെ അതേപോലെ PSC, ഇത് രണ്ടായിരുന്നു ട്രെൻഡിങ്ങിലുണ്ടായിരുന്നത്. CA CMA ഒന്നും ട്രെൻഡിങ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പൂനൂരിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കോഴിക്കോടിലേക്ക് നമ്മൾ ബസ് കയറി വരും. ഇവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്ററിൽ പോയിട്ട് നമ്മൾ അന്വേഷിക്കണം ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരും, നിങ്ങൾ ഇന്ന കോഴ്സ് ആദ്യം എൻട്രി ലെവലിൽ നിങ്ങൾ എൻറോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് പാർസൽ അയച്ചു തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം പഠിക്കുക, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകാമെന്നില്ല ആ ഒരു സംഭവം. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ICIA ആണ് ഞങ്ങളുടെ ഗവേണിംഗ് ബോഡി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഇങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും ഇവർക്ക് ഏരിയ ബേസ്ഡ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. കോഴിക്കോട് നമുക്ക് ചാപ്റ്റർ ഉണ്ട്, ICIൻ്റെ ചാപ്റ്റർ ഉണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളമുണ്ട്, കേരളത്തിൽ ഇതാണ് മെയിൻ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യുന്ന കോഴിക്കോട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ അവരെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്, അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കേണ്ടത് കോഴിക്കോട് ചാപ്റ്ററാണ്. അതുപോലെ കോഴിക്കോട് ചാപ്റ്ററിൻ്റെ കീഴിലായിരിക്കും കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഓർഗനൈസേഷനും സംഭവങ്ങളൊക്കെ വരും. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൽ ചോദിക്കാൻ പറ്റുന്ന ഒന്ന്, CA എടുക്കുന്ന ആൾക്കാർ കൊമേഴ്സ് ആണ് എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കേണ്ടത്, അല്ലെ സയൻസ് ആണ് എടുക്കേണ്ടത്? അത് ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, +2 കഴിഞ്ഞതിന് ശേഷം ഒരാൾ BComോ അതുപോലത്തെ ഡിഗ്രികൾ എടുക്കണോ, അതല്ലെങ്കിൽ CA കോച്ചിങ് ഇതുപോലെ രീതിയിലേക്ക് പോകണോ? അതിൽ ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻറ്റിനും നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ആൻസർ പറയാമെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ് കപ്പാസിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളിപ്പോൾ +1 +2 കൊമേഴ്സാണ് പഠിച്ചത്, അയാൾ ബ്രില്യൻ്റ് ആണ്, ഈ പറയുന്നത് പോലെ ഫുൾ A+ ഒക്കെ എടുത്ത് കേരളത്തിൽ ഫുൾ A+ ഒക്കെ എടുക്കുന്നതാണ് ഒരാളുടെ ബ്രില്യൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ. ഫുൾ A+ എടുത്തൊരു സ്റ്റുഡൻറ്റ് ഈ പറയുന്നത് പോലെ CA ഫൗണ്ടേഷനാണ് ഫസ്റ്റ് സ്റ്റേജ്. +2 കഴിഞ്ഞിട്ട് ഒരാൾ CAയിലേക്ക് പോകണമെങ്കിൽ ഫൗണ്ടേഷനാണ് എൻട്രി ലെവൽ. അപ്പോൾ നമ്മൾ മെഡിസിന് നീറ്റ് എഴുതുന്നത് പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ CA ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ നമ്മൾ എൻറോൾ ചെയ്താൽ അക്കൗണ്ട്സ് ഉണ്ട്, ബിസിനസ് ലോ ഉണ്ട്, അതിന് കൂടെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ കൊമേഴ്സിൽ എത്ര കഴിവുണ്ടെങ്കിലും അയാൾ മാത്സിൽ അത്ര എക്സ്പേർട്ട് ആവണമെന്നില്ല. അതേ സമയത്ത് സയൻസ് പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റിന്
ഇപ്പോൾ ബയോസയൻസ് ആണെങ്കിലും മാത്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള സയൻസ് ആണെങ്കിലും ഇവർക്ക് ആ ഒരു വിഷയത്തിൽ ഭയങ്കര എന്തായിരിക്കും, മാത്തമാറ്റിക്സിൽ എന്തായിരിക്കും അവർക്ക് ഭയങ്കര കഴിവായിരിക്കും. ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് CA ഫൗണ്ടേഷൻ എൻട്രി എക്സാമിൽ മാത്രമേ ഉള്ളൂ, അതിനുശേഷം മാത്സ് ഇല്ല. പക്ഷേ ഈ സയൻസിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ മാത്സ് മാനേജ് ചെയ്യുക, പാരലലി ഈ പറയുന്ന അക്കൗണ്ട്സും ലോവും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഈ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻറ്റിന് ഇത് രണ്ടും എളുപ്പമായിരിക്കും, മാത്സ് കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ അതവിടെ മീറ്റപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഒരാൾ കൊമേഴ്സ് എടുത്താലേ അവർക്ക് ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഒരു മിത്ത. സയൻസ് എടുത്താലും നമുക്കൊരു ജനറൽ റൂളായിട്ട് പറയാൻ പറ്റുക, ഒരാൾക്ക് ശരിക്ക് കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്ന് വെച്ചാൽ സയൻസ് ആണ് റിലേറ്റീവ്ലി ബെറ്റർ പിന്നെയാണ് കൊമേഴ്സ് വരുന്നത്. അപ്പം നാട്ടിലെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊമേഴ്സ് എടുത്ത് CA എടുക്കുന്നതാണ് നല്ല റൂട്ട് എന്നുള്ള, അത് ശരിക്കും ഒരു മിത്താണ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരാൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് +1 +2 അയാൾ പഠിച്ചു കഴിഞ്ഞു, അയാൾക്ക് ഈ കോഴ്സായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നാൽ ഫൗണ്ടേഷൻ അയാൾ എന്ത് ചെയ്യണം, CA ഫൗണ്ടേഷൻ എൻറോൾ ചെയ്യണം, നല്ല സ്ഥലത്ത് കോച്ചിങ്ങിന് പോകണം. 6 മാസം കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ, ചിലപ്പോൾ അതൊരു കൊല്ലം എടുക്കാം. ഒരു കൊല്ലം കൊണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ ഈ 3 സബ്ജക്ട്സും ഈസി ആയിട്ട് പഠിച്ചിട്ട് എക്സാം കൊടുക്കാം. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് നമുക്കൊരിക്കലും ഒരു ലിമിറ്റേഷൻ ഇല്ല, ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും സയൻസ് എടുത്താലും. പക്ഷേ സയൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ അടുത്തൊരു നമുക്കൊന്ന് പറയാം, അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത് ഈ CAയുടെ സ്റ്റേജസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഷുവർ. ഇപ്പോൾ +1 +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് 3 സ്റ്റേജസ് ആണ് ഉണ്ടാവും. ഒന്ന് CA ഫൗണ്ടേഷൻ, മറ്റൊന്ന് CA ഇൻ്റർമീഡിയറ്റ്, CA ഫൈനൽ. ഈ ഇൻ്റർമീഡിയറ്റിൻ്റെയും ഫൈനലിൻ്റെയും ഇടയിലാണ് നമുക്ക് എന്തുള്ളത്, 2 years പ്രാക്ടിക്കൽ നോളജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോകും. ഇൻറ്റേൺഷിപ്പ് അതൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കീഴിൽ തന്നെ ചെയ്യണം. അതേപോലെ ഇൻഡസ്ട്രിയിലും ചെയ്യാൻ പറ്റും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾസ് അനുസരിച്ച് മാറും. ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈക്ക് 2019-20 3 years ആയിരുന്നു ആർട്ടിക്കിൾഷിപ്പ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് 2 years ആയി. ഇനിയിപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, +2 കഴിഞ്ഞ അയാൾ BCom അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് പോയ ഒരാളെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ CA ഫൗണ്ടേഷൻ അയാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി ഈ ഡിഗ്രി വെച്ചിട്ട് ഇൻ്റർമീഡിയറ്റ് എൻറോൾ ചെയ്യുക. ഇൻ്റർമീഡിയറ്റിന് 2 ഗ്രൂപ്പും എഴുതി പാസ്സായതിനു ശേഷം ഈ പറയുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോയി ഫൈനൽ എഴുതി ക്വാളിഫൈഡ് ആവും. 2 റൂട്ടാണല്ലോ, ഒന്ന് ഫൗണ്ടേഷൻ റൂട്ടും ഒന്ന് ഡയറക്റ്റ് എൻട്രിയും. ഓക്കെ. അപ്പം നമുക്ക് ഡിഗ്രി ശരിക്കും എടുക്കുന്നതാണോ ഒരു CAക്ക് പോകുന്ന ആൾക്ക് നല്ലത്, അല്ല ഡിഗ്രി ഒഴിവാക്കിയിട്ട് കോച്ചിങ്ങിന് പോകുന്നതാണോ, ഏതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? അതിപ്പോൾ ഇങ്ങനെ പറയാം, അപ്പോൾ CA പഠിക്കാൻ ഒരാളുടെ മിനിമം എലിജിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ +2 കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേറ്റ് വേ അവിടെ ഇല്ലാത്ത എന്താ പറയുക, ഒരു ബാക്കപ്പ് പ്ലാനാണ്. ഒരു +1 +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് CA പഠിക്കണം എന്നുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ ആ ആളുടെ ഇപ്പോൾ അവർക്ക് കോൺഫിഡൻ്റ് അല്ല, അവരുടെ സ്കില്ലും ഈ കോഴ്സായിട്ട് അത്രയ്ക്ക് കമ്മിറ്റ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു എന്താ പറയുക, വിശ്വാസം അവർക്കില്ലെങ്കിൽ, ഒരു സെൽഫ് കോൺഫിഡൻസ് അവർക്കില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒബ്വിയസ്ലി അവർ ഡിഗ്രി എൻറോൾ ചെയ്യണം. അപ്പോൾ ഈ 3 years കൊണ്ട് അവർക്കൊരു ഡിഗ്രി കഴിഞ്ഞാൽ CAയിലേക്ക് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻട്രി മുഖേന ട്രൈ ചെയ്യാം. വർക്കായില്ലെങ്കിൽ വേറെ സൈഡിലേക്ക് പോകാമെന്നുള്ളത് അതൊരു ബാക്കപ്പ് പ്ലാനാണ്. പക്ഷേ +2 കഴിഞ്ഞൊരു കുട്ടി ഇനി കോൺഫിഡൻ്റ് ആണ്, എന്തായാലും എനിക്കിതിരുന്ന് കമ്മിറ്റ് ചെയ്ത് പഠിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഡിഗ്രി എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് ടു നിങ്ങളുടെ ലൈഫ് സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ, ഗ്രാജുവേഷൻ തുടങ്ങുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മദീനത്തുന്നൂറിൽ നിങ്ങൾ മതപരമായിട്ടുള്ള പഠനമുണ്ട്, അതനുസരിച്ച് നാട്ടിൽ ആളുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് CA പോലുള്ള പഠനങ്ങൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഈ 2 സാധനങ്ങളും എങ്ങനെയാണ് ഒപ്പം നിങ്ങൾ കൊണ്ടുപോയത്? അത് മദീനത്തുന്നൂറിൽ ശരിക്ക് BCom എന്ന് പറയുന്ന ഒരു കോഴ്സ് മുൻകാലങ്ങളിലൊന്നും അത്ര പ്രൊമോട്ട് ചെയ്തൊരു കോഴ്സല്ല. അധികം ലാംഗ്വേജ് സ്റ്റഡീസ്, സോഷ്യോളജി. നിങ്ങൾ BCom ആണോ? അത് പഴയ ബാച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2014 കൊമേഴ്സ് BCom എന്ന് പറഞ്ഞിട്ട് ടീം വരുന്നത്. അപ്പോൾ മദീനത്തുന്നൂറിൻ്റെ ഒരു അവിടെ ഡിസൈൻ ചെയ്ത അക്കാഡമിക്സ് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ +1 +2 കഴിയും, ഡിഗ്രി നമ്മൾ എടുക്കും, പിന്നെ ഒരു ഫ്രീ ഇയർ ഉണ്ടാകും, പിന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ ശരിയ ബേസ്ഡ് സ്റ്റഡീസിന്, ഹയർ സ്റ്റഡീസിന് പോകും, അല്ലെങ്കിൽ അക്കാഡമിക്സിൽ നമ്മൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്ത് പോകാമെന്നുള്ളത്. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈം എത്തിയപ്പോൾ എനിക്ക് പറയുന്നത് പോലെ BCom ഇൻട്രസ്റ്റ് ഇല്ലാതായി, MCom ഇൻട്രസ്റ്റ് ഇല്ലാതായി,
MBA പോലും വർക്കൗട്ട് ആവുമോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഈ ഒരു CA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഇതിങ്ങനെ +1 +2 മുതലേ ഇങ്ങനെ ഒരു മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അതിന് ഇവിടുന്ന് ചാൻസ് ഉണ്ടാവുമോ, മദീനത്തുന്നൂറിൽ അതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തായാലും MBA MCOM ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നല്ലൊരു ഡോർവേ ആയിരിക്കും ഇത് എന്നുള്ള രീതിയിലാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇതൊരു പുതിയൊരു സംഭവമാണ്. ഇതുവരെ മദീനത്തുന്നൂറിൽ അങ്ങനത്തെ ഒരു ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈക്വലി നമ്മുടെ കൂടെ നിന്ന് നമുക്ക് കോൺഫിഡൻസിൽ അതേപോലെ നമ്മളെ വിശ്വസിക്കുന്ന ഉസ്താദ്മാരും മാഷുമാരും അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ധൈര്യമായിരുന്നു പുതിയൊരു സാധനം എടുക്കാനും അത് പഠിക്കാനും അതിന് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാനൊക്കെ. പിന്നെ ഈ പറയുന്നത് പോലെ ഇങ്ങനെ പറയുന്നത് നാട്ടിൽ എല്ലാം ഒഴിവാക്കിയിട്ട് ഇരിക്കുന്നൊരു സംഭവം, അത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. നാട്ടിൽ നിന്നിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചു, ഒരു കുട്ടിയെയും ഹോസ്റ്റലിൽ ഇതേപോലത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്നൊരു ട്രെൻഡിങ് ആണ് റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ ബിൽഡ് ചെയ്യുക. ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരു സൈഡിലുണ്ട്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി, അതാണ് റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ പല ഭാഗത്തും വരുന്നുണ്ട്. 3 മന്തൊക്കെ ആയിരിക്കും ഈ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുക. 3 മാസം ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് ക്ലാസ്സിന് ശേഷം ഇരുന്നിട്ട് പഠിക്കുക. അവർ എക്സാമുകൾ കൊടുത്തിട്ടും പിന്നെ ഈ പറയുന്ന അവരുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്തിട്ടും മെൻറ്റേഴ്സ് ഉണ്ടാകും. ഡൗട്ട് ക്ലിയറൻസിന് അവിടെ ആളുകളുണ്ടാകും. ഇങ്ങനെ അപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് മദീനത്തുന്നൂർ ഒരുക്കി തന്നു എന്നുള്ളതാണ് ഈ കോഴ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയൊരു സഹായമായത്. ഓക്കെ, ഈ രണ്ടും കൂടെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തിരിക്കുന്നത്? മതപരമായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ CAയും രണ്ടും നല്ല ടഫ് തന്നെയല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ? അതിനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ എന്താ ചെയ്തിരിക്കുന്നത് ശരിക്കും? മദീനത്തുന്നൂറിൽ നമ്മൾ എൻറോൾ ചെയ്യുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം കേട്ടോ. നമ്മൾ എവിടെ വൺസ് നമ്മളോട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 7 ഇയേഴ്സിനുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് അവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അത് ഓരോ പോയിൻ്റ് എത്തുമ്പോഴും നമ്മളുടെ പ്രായത്തിനും പക്വതക്കും അനുസരിച്ചിട്ടുള്ള കിതാബുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്ത് തരും, ഉസ്താദ്മാർ കറക്റ്റ് ഫീഡ് ചെയ്ത് തരുന്നൊരു സംഭവമാണ്. മറ്റുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നമുക്കൊരു റിസ്ക് ഫീൽ ചെയ്യുള്ളൂ. മറ്റേത് നമ്മൾ ആ സിസ്റ്റത്തിൽ നമ്മൾ അലൈൻ ചെയ്താൽ പിന്നെ നമുക്ക് എന്താവില്ല, ഒരു ബുദ്ധിമുട്ട് ഫീൽ ആവില്ല. അതൊരു എന്താ പറയുക, ഒരു റൊട്ടീനാണ്. മോർണിംഗ് ഒരു 6 o'clock 6:30 നമ്മളെ ക്ലാസ് തുടങ്ങിയാൽ 9:30 ബ്രേക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ഒരു 3 o'clock ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മഗ്രിബ് നമ്മളുടെ 6-6:30 ഇടയിലുള്ള ടൈമിൽ ആ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ എക്സ്ട്രാ അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ആ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകുറിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഇല്ലേ, NIT IITയിലൊക്കെ റിസർച്ച് ചെയ്യുന്ന എത്രയോ സ്റ്റുഡൻസ് നമ്മളുടെ അലുമിനീസ് ഉണ്ട്. അവരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈക്വലി പറയുന്നത് പോലെ കിതാബിൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുക, ഈ പറഞ്ഞ സ്റ്റഡീസിനൊക്കെ അവർ ടൈം കണ്ടെത്തുന്നത്. അതൊരു ടഫായിട്ട് നമുക്ക് പറയാൻ പറ്റും, ചാലഞ്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ലോകത്ത് സംഭവിക്കുന്ന ബാക്കി കാര്യങ്ങളുമായിട്ട് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടൈം അവൈലബിൾ ആണ്. ശരിക്കും നമ്മൾ അത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ആലോചിക്കണം, നമുക്ക് വേറെ ഒന്നും ചെയ്യാമല്ല. നമുക്ക് ശരിക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്ക് നമുക്ക് ശരിക്കും ഒരു ആക്സസ് ഇല്ല. പിന്നെ റിലേറ്റീവ്സ്, ഫങ്ഷൻസ്, പൊളിറ്റിക്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കുള്ളത് ഈ ക്ലാസ് കഴിഞ്ഞാലുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല റെസ്റ്റ് എടുത്ത് ഒരു ജോളി മോഡിൽ ഇങ്ങനെ ക്യാമ്പസ് ലൈഫ് ഇങ്ങനെ ആസ്വദിച്ച് പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മഷൂഖിനെ കണ്ട ഒരു ഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്റർ കഴിഞ്ഞതിന് ശേഷമാണ്. സമയത്ത് എന്തോ ഒരു ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സമയം ആണെന്ന് എനിക്ക് തോന്നുന്നത്. അന്നൊക്കെ ഞാനിങ്ങനെ കാണുന്നേരം ഒരു ഭയങ്കര ഒരു ബേജാറിലൊക്കെ നിൽക്കുന്നൊരു സന്ദർഭം അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യമായിട്ടിട്ടാണ് ഞാൻ കാണുന്നത്, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ഉണ്ടായിട്ടില്ലേ CA പഠിക്കുന്ന സമയത്ത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ബാച്ച് ഫുള്ള് നമ്മളിപ്പോൾ CAക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടുഗദർനെസ് ഉണ്ടാകും, ഒരു ടീമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത്. ഇപ്പോൾ മദീനത്തുന്നൂറിന് ഞാൻ 2019-20 ഞാൻ അവിടെ നിന്ന് പാസ് ഔട്ടായി. ആ ടൈമിൽ ഞാൻ മാത്രമുള്ള എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഈ ഒരു പിന്നെ
ഈ ഒരു പാത്തിലേക്ക് മാറിയത് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആളുകളാണ്. അവരവിടേക്ക് പോയി കിതാബിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മർക്കസിലേക്കും നോളജ് സിറ്റിയിലേക്കും പോയ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമ്മളെ ഡൗട്ട് ചെയ്ത് പോകും. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഞാൻ ക്ലിയർ ചെയ്യുന്നത് ഞാൻ ഗാർഡനിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ഗാർഡൻ ആ സാഹചര്യം ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഗാർഡനിൽ നിന്ന് ഞാൻ മാറി, ഞാൻ ഒറ്റക്കായി, അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ കൂടുതൽ ആളുകളൊക്കെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. ഈ പറയുന്നത് പോലെ അവർ ഒരു സെമിസ്റ്റർ കഴിയും, ഒരു ഇയർ കഴിയും. നമ്മളപ്പോഴും ഈ പറയുന്നത് പോലെ ഇൻ്റർമീഡിയറ്റ് ഇതിൻ്റെ എക്സാംസ് കാര്യങ്ങളായിട്ട് പോവുകയാണ്. ഒരു അറ്റംപ്റ്റ് വർക്കൗട്ട് ആയില്ലെങ്കിൽ 6 മാസം അവിടെ പോയി, ഒരു പകുതി വർഷത്തോളം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു. അടുത്ത വർഷമാണ് അടുത്തൊരു 6 മാസമാണ് പിന്നെ നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഒരു ഒറ്റപ്പെടുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, അൽഹംദുലില്ലാ പാരൻസ് എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഈ കോഴ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ശരിക്കും എൻ്റെ പാരൻസിന് ഈ കോഴ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാനിതിലേക്ക് എൻറോൾ ചെയ്തപ്പോൾ അത്രയ്ക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് അല്ല എനിക്കുള്ളത്. പക്ഷേ ഈ കോഴ്സ് ഞാൻ എടുക്കുകയാണ്, ഈ ഫൗണ്ടേഷൻ ഞാൻ ഗാർഡനിൽ നിന്ന് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം അവർ അന്വേഷിച്ചു എന്താണ് ഈ കോഴ്സ്, എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ അവരും എനിക്ക് വളരെ സപ്പോർട്ടഡ് ആയിരുന്നു. പിന്നെ അതേപോലെ ഇപ്പം ഞാൻ ഈ സി എയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഈ സർക്കിൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. അവരിലേറെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് തന്നിരുന്നത് എൻ്റെ മദീനത്തുന്നൂറിലുള്ള ബാച്ച്മേറ്റ്സും ടീമാണ്. അവരെന്നെ ഇടയ്ക്ക് വിളിക്കും, അന്വേഷിക്കും. അപ്പോൾ ആ ഒരു പുഷ് ഉണ്ടാവും എപ്പോഴും. പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഒരു സമാധാനിപ്പിക്കലുണ്ടാവുള്ളൂ. ശരിയാവും, പാസ്സാവും, കിട്ടുമെന്നുള്ള സംഭവം. അവർ നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നമ്മൾ ഉറങ്ങുന്നുണ്ടോ, നമ്മുടെ കംഫോർട്ട് കാര്യങ്ങളൊക്കെയാണ് അവരധികം അന്വേഷിക്കുക. നമുക്ക് അസുഖമോ കാര്യങ്ങളോ അതിലൊക്കെ അവർ കൺസേൺ ആയിട്ടുണ്ടാവുക. അതേസമയത്ത് ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ നിരന്തരം എന്ത് ചെയ്യും, അതൊക്കെ പറ്റും, അതൊക്കെ കിട്ടണം, എന്നെ കൊണ്ട് പറ്റാതെ വേറെ ആർക്കാ പറ്റുക, ഈ നമ്മളെ ക്ലാസ്സിൽ അങ്ങനെയല്ല ഇരുന്നിലേക്ക് പറഞ്ഞിട്ടുള്ള വേറൊരു ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു പുഷ് ഉണ്ട്. ആ രണ്ട് സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സ്ട്രഗിൾ എന്നൊക്കെ മാറാൻ പറ്റും. ഓക്കെ. സോ ഫൈനലി ഇത് അക്കംപ്ലിഷ് ചെയ്ത് വന്ന സമയത്ത് ശരിക്കും എന്താ തോന്നിയേ ആ സമയമാകുമ്പോൾ? അതായത് ഇയറിലാണ്? ഞാൻ May 2025 അറ്റംപ്റ്റിലാണ് ക്ലിയർ ആയത്. അപ്പോൾ ഐ തിങ്ക് July 6th ആയിരുന്നു എൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നത്. ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു മിനിറ്റ്. എൻ്റെ ഓർമ്മ, എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ വലിയ ഓർമ്മ ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറയാം. July 6th റിസൾട്ട് വന്ന്. അന്ന് നോമ്പായിരുന്നു, ഒരു സുന്നത്ത് നോമ്പിൻ്റെ ഡേ ആയിരുന്നു. രാവിലെ പറയുന്നത് പോലെ ഈവനിങ് ആണ് റിസൾട്ട് വരിക എന്ന് പറഞ്ഞ്, പക്ഷേ മോർണിംഗാണ്. അപ്പോൾ സാധാരണ നമ്മൾ നോമ്പിൻ്റെ ടൈമിൽ അത്തായം കഴിഞ്ഞിട്ട് നിസ്കാരം അത്തായം കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കിൽ പെട്ടുപോയി. ഫോണിങ്ങനെ കണ്ടിന്യൂസ്ലി റാങ് ആവുകൊണ്ട് എടുത്തു നോക്കുന്ന സമയത്ത് ഇതാണ് സംഭവം. നോക്കിയോ, ഇങ്ങനെ നമുക്ക് മെസ്സേജ് കാണും, നമ്മൾ ഈ ഫീൽഡിലുള്ള ആളുകൾ നോക്കിയോ എന്തായി കണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറേ മൾട്ടി മെസ്സേജ്. അപ്പോഴാണ് അറിഞ്ഞ് റിസൾട്ട് വന്നു എന്നുള്ളത്. ഇറ്റ്സ് അറൗണ്ട് ലൈക്ക് 8:30 or 9 o'clock സംതിങ്. ഞാൻ നോക്കി. അപ്പോൾ ഞാൻ ഫൈനൽ ബോത്ത് ഗ്രൂപ്പാണ് കൊടുത്തിരുന്നത്. 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതിയതായിരുന്നു. അതായത് ഫൗണ്ടേഷന് നമുക്ക് 3 സബ്ജക്ട്സ് ഉള്ളൂ. ഇൻ്റർമീഡിയറ്റും ഫൈനലൊക്കെ നമുക്ക് 2 ഗ്രൂപ്പ് വൈസാണ്, ഗ്രൂപ്പുകളായിട്ടുണ്ടാവും. ഇൻ്റർമീഡിയറ്റ് 2 ഗ്രൂപ്പുണ്ട്, ഫൈനൽ 2 ഗ്രൂപ്പുണ്ട്. ഇൻ്റർമീഡിയറ്റ് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് എഴുതാം. 3 എക്സാം മാത്രം എഴുതാം. അത് ക്ലിയർ ചെയ്താൽ അടുത്ത 3 എക്സാം എഴുതാം. ഇനി ഇതല്ലാതെ 6 എക്സാം നമുക്ക് ഒരുമിച്ച് എഴുതാം. 6 എക്സാം എഴുതുന്ന സമയത്ത് എന്താവണം, ഈ പറയുന്നത് പോലെ ഈ ഒരു ഗ്രൂപ്പിലെ 2 സബ്ജക്റ്റും മറ്റേ ഗ്രൂപ്പിലെ 2 സബ്ജക്റ്റും പാസ്സായാൽ 2 ഗ്രൂപ്പും കിട്ടാതാവും. ഒരു ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ 3 സബ്ജക്ട്സ് നമ്മൾ പാസ്സാവണം. മിനിമം മാർക്ക് വേണം, അല്ല സബ്ജക്റ്റ് വൈസ് നമ്മൾ പാസ്സാവണം. ഒരു മിനിമം സ്ലാബ് മാർക്കുണ്ട്, അതിന് മുകളിൽ നമ്മൾ ഏൺ ചെയ്യും വേണം. അപ്പോൾ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്താൽ ഒരു ലെവൽ ഓഫ് സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുണ്ടാവും. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഫൈനൽ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത ആളാണ്. ഞാൻ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ പാട് ഞാനൊരു ഗ്രൂപ്പ് എഴുതി നോക്കി ഫൈനൽ. അതിൽ ഞാൻ കിട്ടിയില്ല, സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ പിന്നെ ഇനിയും ഒരു ഗ്രൂപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ 6 months നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടൈം പോകുന്നില്ല, ഒരു പേടി ബേജാറിൽ ഞാൻ എന്ത് ചെയ്തു, 2 ഗ്രൂപ്പ് ഇരുന്ന് പഠിച്ച് എക്സാം എഴുതിയതാണ്. അങ്ങനെ 2 ഗ്രൂപ്പും ക്ലിയർ ആയി, ഫൈനൽ ക്വാളിഫൈഡ് ആയി. സോ ഫൈനലി അക്കംപ്ലിഷ് ചെയ്ത സമയത്ത് നിങ്ങളെ ആ ഫീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാരൻസ്, ഉസ്താദുമാർ, പിന്നെ ബാക്കി ടീച്ചേഴ്സ്, ഓവറോൾ ലൈഫിൽ വന്നിരിക്കുന്നൊരു മാറ്റമൊക്കെ എന്താ പറയുക ശരിക്കും? നമ്മളൊന്ന് റിലീവ് ആവുന്നില്ലതാണ് മെയിൻ കാരണം. ഇപ്പോൾ പറഞ്ഞു ജേർണി കംപ്ലീറ്റ് ആവാണല്ലോ. ഷുവർ. അപ്പോൾ BCom കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് CA ലേക്ക് വരുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
ബികോം കഴിഞ്ഞതിന് ശേഷം മിനിമം അവർക്ക് 4 or 5 years വേണം ഈ ഒരു കോഴ്സ്. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിലും 4 or 5 years ഇതിന് പിടിക്കും. മറ്റുള്ള സ്റ്റുഡൻസൊക്കെ കൂടെ പഠിച്ച ആളുകളൊക്കെ ബികോം കഴിഞ്ഞ് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവും. അവരൊക്കെ ഏണിങ്സ് തുടങ്ങിയിട്ടുണ്ടാവും, ജോബിന് പോലെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് നിരന്തരം കാണുമ്പോൾ ചോദിക്കുന്ന നമ്മളുടെ വെയർബോട്ട്സ് അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും. അവർ ഒന്നും ഉദ്ദേശിച്ചല്ല, നമ്മളെന്താ ഇനിയും ജോലിക്ക് പോകാത്ത, ഇപ്പോഴും പഠിക്കുക തന്നെയാണോ. പിന്നെ വേറൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് പഠിക്കുന്ന ആളുകൾ അധികം ഇത് ഡിസ്ക്ലോസ് ചെയ്യൂല. നമ്മൾ CA ചെയ്യേണ്ടതെന്നുള്ളത് അതൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇൻ കേസ് വർക്കൗട്ട് ആയില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയിൽ ഇത് പറയൂല. അപ്പോൾ ഇവരൊക്കെ നമ്മളിങ്ങനെ മാറി നിൽക്കണം, പല കാരണങ്ങൾ പറഞ്ഞ് മാറണം. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിറ്റുവേഷന് പാരൻസിനും ഉണ്ടാവും. പാരൻസിനോടും ഈ പറയുന്ന റിലേറ്റീവ്സും കാര്യങ്ങളും ഓൻ്റെ ഇനിയും കഴിഞ്ഞില്ലേ, ഡിഗ്രിയൊക്കെ കുറച്ച് സെയിം പ്രഷർ അവർക്കും ഉണ്ടാവും. അത് അവർ നമ്മളായിട്ട് ഷെയർ ചെയ്യണില്ല എന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫൈഡ് ആയ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരമാണ്. അവനിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അവർ വരികയാണല്ലോ. റിലീഫാണ് മെയിനായിട്ടുണ്ടാവുക. പിന്നെ ഈ പറയുന്നത് പോലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കണത്, ഞാനിങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന ഒരാളോ സ്റ്റോറി പറയുന്ന ആളോ ഒന്നുമല്ല. വൺസ് നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിട്ടു പോകും. ഈ എന്താ വിചാരിക്കുക എന്നുള്ള സംഭവം, തെറ്റിപ്പോവെന്നുള്ള സംഭവം, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സെൽഫ് കോൺഫിഡൻസ് ക്ലിയർ ആയിട്ട് അങ്ങ് വരും. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കോഴ്സിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അതാണ് മെയിൻ. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഈ കോഴ്സുമായിട്ട് നമുക്ക് പോകാൻ കഴിയുക. ഈ പറയുന്നത് പോലെ 15 to 16% ഇതിൽ പാസ് പെർസെൻറ്റേജ് ഉള്ളൂ എന്ന് നമുക്കറിയാം. ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫെയിലായാലും എല്ലാ സബ്ജക്ട്സും വീണ്ടും എഴുതണം എന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഫാക്ട്സാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇതിൽ വരുന്ന സമയത്താണ്. ഇതിൽ പാരൻറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. പാരൻസ് ശരിക്ക് സാധാരണ പറയാറുണ്ട്, കുട്ടികൾ ചിലവർ പറയും പാരൻസ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട് എന്ന് പറയും. ശരിക്കും അതെന്താന്ന് വെച്ചാൽ പാരൻസിന് അവരുടെ ചുറ്റും കിട്ടുന്ന ഒരു പ്രഷറിന്റെ അതിന്റെ ഒരു എഫക്റ്റാ ശരിക്കും നമ്മളെ മേലേക്ക് വരുന്ന, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ മേലേക്ക് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, ഇത് പറഞ്ഞതുപോലെ ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്. അവർക്ക് ഇപ്പോൾ ഈ ഒരു മോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണമെന്നില്ല അവരുടെ കാര്യങ്ങളൊന്നും കഴിഞ്ഞു പോകാനൊക്കെ. ഫൈനാൻഷ്യലി നല്ല ഫ്ലറിഷ്ഡ് ആയിട്ട് ടീമുകൾ വരെ ഈ പറയുന്നത് പോലെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അൺനെസസറി പ്രഷർ കൊടുക്കും. ഇതൊരു കാരണമാണ്. റിലേറ്റീവ്സിൻ്റെ എൻക്വയറീസ്, മാരേജിൻ്റെ ഡിസ്കഷൻസ്, നാട്ടുകാരെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഒരു ഘടകമാണ്. ഇതിനപ്പുറം ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കമ്പയർ ചെയ്യും. ഇപ്പോൾ അവൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവർ എബ്രോഡ് പോയല്ലോ. അതിപ്പോൾ ഒരാൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാതെ എബ്രോഡ് പോയിട്ട് ഏൺ ചെയ്യാന്നുള്ളത് അത് ഒരു ശൈലിയാണ്. ചിലപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിന് എന്തുണ്ടാവില്ല, അത്ര ആ ഒരു സൈഡിലേക്ക് താല്പര്യം ഉണ്ടാവില്ല. അവൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും. അപ്പോൾ ആ ഒരു മനസ്സിലാക്കലും കൂടി എന്ത് വേണം. ഞാൻ എല്ലാ പാരൻസിനോടും ഈ പറയുന്ന ഫീൽഡിൽ പഠിക്കുന്ന എൻ്റെ ജൂനിയേഴ്സിൻ്റെ പാരൻസിനെ പറയുന്നൊരു സംഭവമാണ്. ഒരാൾ CA പഠിക്കാൻ കഴിവുള്ള ആളാണെന്ന് തെളിയുന്നത് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ വെറുതെ അവനെ ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമല്ല. ഓക്കെ, അപ്പോൾ അതിനൊന്ന് ബ്രേക്ക് ചെയ്യാം. ശരിക്കും പാരൻസിനൊക്കെ ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ആരെയാണ് CA പഠിക്കാൻ പറഞ്ഞേക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ ഫീൽഡ് പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഈ പറയുന്നത് പോലെ ഫൗണ്ടേഷൻ +1 +2 കഴിഞ്ഞിട്ട് ഒരാൾ CA ഫൗണ്ടേഷൻ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നമ്മോട് പറയുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എൻട്രി ലെവൽ എക്സാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോമൺ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഇതൊക്കെ ഇതിന് കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. വെറും അക്കൗണ്ട്സും ലോ മാത്രമല്ല. അപ്പോൾ ഒരു പാരന്റിന് ചെക്ക് ചെയ്യാൻ നല്ലത് പിന്നെ ഫൗണ്ടേഷൻ വിട്ടു നോക്കുക. ഒരു വർഷം പോകണമെങ്കിൽ പോട്ടെ, ഒരു 6 month +1 +2 സമയത്ത് തന്നെ പ്രിപ്പറേഷൻസ് നടക്കൂല ചില ഇതിലൊക്കെ. പ്രിപ്പറേഷൻസ് ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ പല റെസിഡൻഷ്യൽ ക്യാമ്പസുകളും +1 +2 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റ് ബോർഡ് സിലബസ് അല്ലെങ്കിൽ CBSE അവർ +1 +2 കൊടുക്കുന്നതിനോട് കൂടെ JEE അതേപോലെ നീറ്റ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എന്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CA CMA ബേസിക് കോച്ചിങ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കൊമേഴ്സിൽ +1 +2 നമ്മൾ പഠിക്കുന്ന അക്കൗണ്ട്സും ബിസിനസ് ലോൻ്റെയും കുറച്ചും കൂടി എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡീസാണ് ഫൗണ്ടേഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഫണ്ടമെൻ്റൽസ് റെഡിയാക്കുക എന്നുള്ളതാണ് +1 +2 മെയിനായിട്ട് ചെയ്യുക. അപ്പോൾ ഈ പറയുന്നത് പോലെ ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോയി ട്രൈ ചെയ്തു, അത് സക്സസ്ഫുൾ ആയില്ല.
സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ട്രൈ ചെയ്യുമ്പോൾ കിട്ടും. എത്ര അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്നുള്ള ഡിസിഷൻ വേണമെങ്കിൽ പാരൻസിന് 2 പ്രാവശ്യം ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പോൾ പിന്നെ പാരൻസിനെ അവനെ വേണമെങ്കിൽ എന്ത് അഡ്വൈസ് ചെയ്യാം, നമുക്ക് വേറെ രീതിയിൽ പോവാം, വേറെ കോഴ്സിലേക്ക് നോക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം അവനെ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു വർഷം എഴുതി നോക്കിയതാണ്, സ്കോറും ഭയങ്കരമായിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ 6 months തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഇതിലേക്ക് മാറാം. ഓക്കെ, ഇതിൻ്റെ സി എ ആവുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശരിക്കൊരു സി എക്കാരൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളത് ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണെങ്കിൽ മാഷൂക്ക് എങ്ങനെ പറയാം? ഞാനതൊരു ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറയൽ, ശരിക്കും ഒരു ട്രസ്റ്റഡ് ഏജൻസ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്, സിറ്റിസൺസ്, ഈ പറയുന്ന 2 ടീമുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻ്റാണ് ആര്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിനിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ശരിക്കും 2 types ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ സർവീസും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസും. സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട്, പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അതിലുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യാന്നുള്ളതാണ്. അവിടെയും നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഈ പറയുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻറ്റിൻ്റെ ജോലി തന്നെയാണ്. ഈ കമ്പനിയുടെയും ഗവൺമെൻറ്റിൻ്റെയും കമ്പനിയുടെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും കമ്പനിയുടെയും ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഇൻ ടേംസ് ഓഫ് ഫിനാൻസ് ആയിരിക്കും, ടാക്സേഷൻ ആയിരിക്കും, കംപ്ലയിൻസുകളായിരിക്കും, ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ്. ഇതൊരു സർവീസിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു ഏജൻ്റാണ്. എന്താ അവർ ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് വേണ്ട പല റെക്കോർഡുകളും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത റിപ്പോർട്ടുകളാണ്, ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, ഒരു സിറ്റിസൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത ഫയലാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഇയാളെ ഒരു പ്രതിനിധിയായിട്ട് വെക്കുകയാണ്. ഇതേ സമയത്ത് ഇനി ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ സിറ്റിസൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇയാൾ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങൾ, ഇയാൾ ഗവൺമെൻറ്റിന് അർഹതപ്പെട്ട സംഭവങ്ങൾ അടക്കുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാക്സ്, നമ്മൾ ടാക്സ് അടക്കുന്നത് ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ആനുവൽ ഇൻകം, നമ്മളുടെ ഏർണിങ്സ് ഒന്നും ഫാമിലിയായിട്ട് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യൂല. ചില ആളുകൾ ചെയ്യലുണ്ടാവും, മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഷെയർ ചെയ്യൂല. പക്ഷെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് ഒരാൾ അയാളുടെ 100% ഏർണിങ്സും അസറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ഒരു ഏജൻ്റാണ്, ഒരു ട്രസ്റ്റഡ് ഏജൻ്റ്, ട്രസ്റ്റഡ് ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഗവൺമെൻറ്റിൻ്റെയും സിറ്റിസൻ്റെയും. നാട്ടുകാർ എന്ത് ക്രയവിക്രയങ്ങൾ നാട്ടിൽ നടത്തുകയാണെങ്കിലും അത് ഗവൺമെന്റിലേക്ക് അതിന്റെ ഡോക്യുമെന്റുകൾ സമർപ്പിക്കാനുണ്ടാവും. അതായത് അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ശരിക്കും സി എ എന്ന് വിശ്വസ്തനായിട്ടുള്ള അതിനെ സർട്ടിഫൈ ചെയ്യുന്ന എക്സാം ആണ് ശരിക്കും സി എന്റെ എക്സാമിലൂടെ സംഭവം. ഒരു ലൈസൻസ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, വിശ്വസിക്കും. നിങ്ങൾ രേഖപ്പെടുത്തി, നിങ്ങൾ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ഞങ്ങൾ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ശരിയെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സൈൻ ചെയ്യാതെ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഫയൽ ചെയ്തതായിട്ട് തന്നെ അത് കൂട്ടൂല. അല്ലാതെ അതിൽ നോക്കിയിട്ട് ശരിയുണ്ടോ ഇല്ലേ എന്നുള്ള അതൊന്ന് എടുത്തു നോക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്കും ഒരു വലിയൊരു പൊസിഷനാണ് ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ സി എക്കാർ ശരിക്കും ബിസിനസ്സിലും ഇവരുടെ ആവശ്യം വരുന്നുണ്ട്, സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇവരുടെ ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു കമ്പനി എന്നുള്ളത്. ഇനി രാഷ്ട്രീയക്കാർക്കും ആവശ്യം ഉണ്ടാവും. അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകളെ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്താലേ ഫണ്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരൊരു സൈഡ്, ഇപ്പം നമ്മളിപ്പോൾ കേരളത്ത് മലബാർ റീജിയനിൽ നമുക്കറിയും ട്രസ്റ്റുകളും സൊസൈറ്റികളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്രാമ്പിപ്പള്ളി എടുക്കുകയാണെങ്കിൽ പോലും, ചെറിയ നിസ്കാര പള്ളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്, സ്രാമ്പിപ്പള്ളി പറയുന്നത്, അതുപോലും ഇന്നത്തെ കാലത്ത് നമ്മൾ സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതിൽ വരവുകളുണ്ടാകും, ചിലവുകളുണ്ടാകും. ഇപ്പോൾ പുതിയ 2025 സെപ്റ്റംബർ ആക്ട് പ്രകാരം, സൊസൈറ്റീസ് ആക്ട് പ്രകാരം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമല്ല എല്ലാ സൊസൈറ്റികളും എന്ത് ചെയ്യണം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണക്ക് കാണിച്ച് ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്താലേ അടുത്ത വർഷത്തേക്ക് റിന്യൂവൽ ഈ സൊസൈറ്റിക്ക് കൊടുക്കുള്ളൂ. ഓരോ വർഷം ഇപ്പോൾ സൊസൈറ്റി റിന്യൂ വേണം. ഓരോ വർഷം റിന്യൂ ചെയ്യണമെങ്കിലും 2 lakhs and above നിങ്ങൾക്ക് റെസിപ്റ്റ്സ് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കാണിച്ചിട്ട് രജിസ്ട്രാർ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തിനാണ്, പിന്നെ സൊസൈറ്റി, ട്രസ്റ്റ്, ഇതൊക്കെ പറയുന്നത് കലക്റ്റീവ് ഫണ്ടിൽ നിന്നാണ്. ആൾക്കാരെയൊക്കെ നമ്മൾ ഡൊണേഷനായിട്ടും എൻഡോമെൻറ്റ് ഫണ്ടായിട്ടൊക്കെ കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെൻഡിങ്
അക്യൂറേറ്റ് ആണോ, അതിലെന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ ഈ ഫണ്ട് ചിലവാക്കിയിട്ടുള്ളത്, ഇതൊക്കെ നോക്കുക എന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ടാവും? ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടാവും. 2 lakhന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാത്ത ഒരു പള്ളികളും അമ്പല കമ്മിറ്റികളും ചർച്ചകളും ഉണ്ടാവില്ല. ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഈ പറയുന്ന പിന്നെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഇമാമ് നിൽക്കുന്ന ഒരാൾക്ക് തന്നെ നമുക്ക് ശമ്പളം കൊടുക്കാനൊരു വർഷത്തിൽ ഓൾമോസ്റ്റ് നിയർ ടു ദറ്റ് എമൗണ്ട് വേണ്ടി വരും. പിന്നെ അതിന് മെയിൻ്റനൻസ്, ഇലക്ട്രിസിറ്റി, ഇതിനൊക്കെ നമുക്ക് വരുമാനം വേണം. അതൊക്കെ എന്തായാലും. അതുപോലെ തന്നെ ഇത് ഒരു പള്ളി കമ്മിറ്റി ട്രസ്റ്റ് ആയിരിക്കണോ, സൊസൈറ്റി ആയിരിക്കണോ, ഈ കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് കൊടുക്കാൻ ഒരു CA-കാരന് കഴിയും. ട്രസ്റ്റ് ഇപ്പോൾ ഒരു കമ്മിറ്റി വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ പള്ളിയുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ നമ്മൾ ഫ്രം കൺസ്ട്രക്ഷൻ മുതൽ നമ്മൾ പള്ളി കാര്യങ്ങളൊക്കെ വഖഫ് ആക്ടിൻ്റെ കീഴിലെ കാര്യമാണ്, പക്ഷെ അതിൻ്റെ ഇൻകം, അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ സൊസൈറ്റീസ് ആക്ടും ട്രസ്റ്റ് ആക്ടും ഇൻകം ടാക്സ് ആക്ടും ഒക്കെ വകുപ്പ് മാറും. ഏതാണ് വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ അവർ ഏത് രീതിയിലാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഫാമിലി ആണോ ഇത് മൊത്തത്തിൽ നടത്തുന്നത്, അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവർക്കൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ് വേണ്ടി വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് പറയുന്നത് പോലെ 1-2 ആളുകൾ മാത്രമേ നേതൃത്വം എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ 6-7 ആൾക്കാരിലൊരു കമ്മിറ്റിയാണ്, കമ്മിറ്റി ആയിട്ട് തന്നെ ഇത് പോകണം, വർഷം കമ്മിറ്റി മാറും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സൊസൈറ്റി വേണ്ടിയെന്ന് പറയും. അത് ഓരോ ആൾക്കാരുടെ നീഡ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരെങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മാറും. ഓക്കെ. സോ നിങ്ങളിനിപ്പോൾ ഒരു CA-കാരനായിട്ട് മാറി, അതിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസ് അല്ലെ ബെനഫിറ്റ്സ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കാരണം പല ഫീൽഡുകളിലേക്കും കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്കും ആൾക്കാർ ഫൈറ്റ് ചെയ്ത് പോകുന്നത് അതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിന് മാത്രം ഉണ്ടാവും. ഇപ്പം CA-കാർക്ക് ഇപ്പം കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ശരിക്കും പറയണേ? 2 ടേംസിൽ പറയാം. ഒന്ന്, ആസ് എ പേഴ്സൺ നമുക്ക് എന്താ പറയുക, റെസ്പെക്റ്റ് ആണ് മെയിൻ. പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടു റെസ്പെക്റ്റ് യു. അതിപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഈ ഒരു ഡെസിഗ്നേഷൻ നമ്മുടെ കൂടെ വരുന്ന സമയത്ത്, പേരിൻ്റെ കൂടെ വരുന്ന സമയത്ത് ആൾക്കാർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അവസ്ഥയിൽ, പീപ്പിൾ സ്റ്റാർട്ട് ടു ലിസൺ യു. ആൾക്കാരിങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കും. അവർ ഇന്ന കാര്യത്തിൽ അറിവുള്ള ആളാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവും. ഇതൊരു സൈഡാണ്. മറ്റു സൈഡ് പിന്നെ നമ്മളുടെ ഫൈനാൻഷ്യൽ സൈഡാണ്. അത് പറയുന്നത് പോലെ മിനിമം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു എന്താ പറയുക, ബേസിക് ഇത്ര ഒരു സാലറി സ്ലാബിലെ ആൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പ്ലേസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരു 9 lakh and above ആണ് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവുക. 12 lakh and above അടുത്തത് 24 lakhs എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഈ 3 കാറ്റഗറിയിലേക്കാണ് പ്ലേസ്മെൻറ്റ്സ് നടക്കുക കമ്പനികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ എന്താകും, ഒന്ന് സ്റ്റേബിൾ ആകും. പിന്നെ ആസ് എ പേഴ്സൺ സൊസൈറ്റിയിൽ, കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്തുണ്ടാവും, റെസ്പെക്റ്റ് ഉണ്ടാവും. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഭയങ്കരമായിട്ട്. ഇപ്പം കുറേ ആളുകൾക്ക് തോന്നുന്നൊരു സംശയമാണ്, CA-കാർ കുറേ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം നാട്ടിലൊക്കെ. ഇപ്പോൾ ഇനി മതിയായോ, അളവ് സാച്ചുറേഷൻ പോയിന്റിലെത്തിയോ? ഇല്ല, ആളുകൾക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ചില സ്ഥാപനങ്ങളുടെ ബ്രാൻഡിങ് ഭാഗമായിട്ടാണ് ആളുകൾ എവിടെ നോക്കിയാലും CA കാണുന്നത്. KSRTC ബസ്സിൽ കാണുന്നുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങുമായിട്ട് സ്ഥാപനങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൻ്റെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ പറയുന്നത് പോലെ ആളുകളുടെ കുറവുണ്ടെങ്കിൽ കുറച്ചൊരു അഴവുണ്ടാവും, കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടാകും പെർസെൻറ്റേജിൽ. കൂടുതലൊന്നുമല്ല, 1 or 2% കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ അറ്റംപ്റ്റിലേറെ കൂടും. അത് അടുത്ത എക്സാം ആവുന്ന സമയത്ത് അതേപോലെ കൺട്രോൾ ചെയ്യാൻ പെർസെൻറ്റേജസ് കുറയും. അതായത് മാർക്കറ്റിലെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മളുടെ എക്സാം ഡിസൈൻ ചെയ്യലും പേപ്പർ കറക്ഷൻ ഇവാലുവേഷൻ്റെ ടഫ്നെസ് ഉണ്ടാവലൊക്കെ അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഒരു 5 years ഈ ഫ്രം സ്റ്റഡീസ് അടക്കമുള്ള എൻ്റെ ഒരു 5 year ജേണിയിൽ ഞാൻ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എവിടെ നോക്കിയാലും CA-കാരെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു അർത്ഥത്തിൽ ഇപ്പോൾ നമ്പേഴ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആസ് ഓഫ് 2025 കണക്ക് പ്രകാരം 28 lakhs കമ്പനികളുണ്ട്.
28 ലക്ഷോളം കമ്പനികളുണ്ട്. അതിൽ 20 lakhs കമ്പനീസ് ആക്റ്റീവ്ലി ഓപ്പറേറ്റിംഗ് കമ്പനീസാണ്. ഈ പറഞ്ഞ 20 ലക്ഷം കമ്പനികൾ ഓഡിറ്റ് ചെയ്യാൻ, അതിൻ്റെ രേഖകൾ സൈൻ ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ 1.5 ലക്ഷം ആളുകളുള്ളൂ. 1.5 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇയർ ഓൺ ഇയർ കമ്പനീസിൻ്റെ ഇൻകോർപ്പറേഷൻസും എണ്ണങ്ങളും ലാക്സിൽ കയറി വരുമ്പോൾ ഇതൊരു സൈഡിൽ തൗസൻഡ്സേ കയറി വരുന്നുള്ളൂ. കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ NGO-കളെ കൂട്ടിയിട്ടുണ്ടാവും? ഇല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും LLPയും മാത്രമാണ് ഈ പറഞ്ഞത്. അതിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാൻഡേറ്ററി ആണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം. വർഷാവർഷം ഇത് ഓഡിറ്റ് ചെയ്യാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം. LLPയും രജിസ്റ്റർ ചെയ്യാനും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവരുടെ ടേൺ ഓവർ 40 lakhs ടേൺ ഓവർ ക്രോസ് ചെയ്താൽ തന്നെ ഓഡിറ്റ് ചെയ്യാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണം. 40 lakhs ഒക്കെ ടേൺ ഓവറില്ലാത്ത LLP വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് കിടക്കുന്നത് കൊമേഴ്സിൽ CA അല്ലാതെ ഇപ്പോൾ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് CMA അമേരിക്ക, ACCA കമ്പനി സെക്രട്ടറി. ഇതിൽ ഓരോന്നിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഇതിലേറ്റവും നല്ലത് CA എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കോഴ്സ് ഇൻ ഇന്ത്യ ടു ഡു ഈസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് ഇവിടെ കൊമേഴ്സ് സ്ട്രീമിൽ ഇപ്പോൾ ഈ പറഞ്ഞ കമ്പാരിസൺസ് ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യയാണ്. CA ഇന്ത്യ. ഇനി CMA ഇന്ത്യ മോശം എന്ന് പറയുന്നില്ല. CMA ഇന്ത്യൻ്റെ സ്കോപ്പ് ആ രീതിയിലാണ്, അത്രയ്ക്ക് ഇൻക്ലൂസീവ് അല്ല. ലൈക്ക് ഒരു CMA ഇന്ത്യ ചെയ്ത ഒരു CMA ഇന്ത്യ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോപ്പ് കൂടുതലുള്ളത് കോസ്റ്റിങ്ങിലാണ്, കോസ്റ്റ് മാനേജ്മെൻറ്റിലാണ്. സ്ട്രാറ്റജിക് ആയിട്ട് ഒരു കമ്പനിയുടെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുക, ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റിയുടെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഏരിയയിലാണ്. അപ്പോൾ അവരുടെ ഈ പറയുന്നത് പോലെ കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായിട്ടുള്ള എൻറ്റിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊക്കെ വലിയ വലിയ കമ്പനികൾക്കാണ്. 500 CR ടേൺ ഓവർ, 1000 CR ടേൺ ഓവറൊക്കെ കമ്പനികൾക്ക് ഇത് എലിജിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർക്ക് ലിമിറ്റഡ് സ്കോപ്പാണല്ലോ. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അങ്ങനെയല്ല. അവർക്ക് പറയുന്നത് പോലെ 1 CR ടേൺ ഓവർ ഉണ്ടെങ്കിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അവിടെ റോളുണ്ട്. ഓക്കെ. അപ്പോൾ ഇവരുടെ റോളുകൾ കൃത്യമായിട്ട് CMA-കാരനും CA-കാരനും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റും? ഒന്ന് കോസ്റ്റ്, അതായത് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടാക്സിൻ്റെ കാര്യങ്ങൾ നോക്കി വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യാൻ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമേ ഇന്ത്യയിൽ എന്തുള്ളൂ, അപ്രൂവലുള്ളൂ. ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സൈൻ ചെയ്യാം. പിന്നെ അതേപോലെ കമ്പനി ഇൻകോർപ്പറേഷൻസ് അത് രണ്ടാൾക്കും ചെയ്യാൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ചെയ്യാൻ പറ്റും, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സും ചെയ്യാൻ പറ്റും. ടാക്സിൻ്റെയും ഇപ്പോൾ അതേപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെ ഓഡിറ്റ്, കമ്പനി ഓഡിറ്റ് അതും ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻകോർപ്പറേഷൻ ചെയ്യണമെങ്കിൽ 2 പേർക്കും ചെയ്യാൻ പറ്റും. ഓഡിറ്റുകൾ ചെയ്യണത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമേ. അങ്ങനെ ഒരു ബ്രോഡർ സ്കോപ്പാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വിത്ത് CMA എന്ന് പറഞ്ഞത്. മറ്റ് പറഞ്ഞ 2 കോഴ്സുകൾ ACCA, ഇന്ത്യയാണ്, അമേരിക്ക ഒന്ന് കമ്പയർ ചെയ്യാം. CA ഇന്ത്യ, CMA ഇന്ത്യ ഇത് ഓൾമോസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞ സംഭവം. CMA ഇന്ത്യയും CMA യൂസും ശരിക്കും നമ്മൾ കമ്പയർ തന്നെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. CMA ഇന്ത്യ ഒരാൾ കോഴ്സിലേക്ക് പോയി അതിൽ നിന്ന് വരാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് മിനിമം 4 or 5 years ആ കോഴ്സിനും വേണം. CMA US BCom ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് 6 months ഉള്ളൂ. 6 months കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ് CMA US എന്ന് പറയുന്നത്. 5 വർഷം ചെയ്യുന്ന ഒരു കോഴ്സും 6 മാസം ചെയ്യുന്ന ഒരു കോഴ്സും നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമല്ല. അതേപോലെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസും CMA ഇന്ത്യ ICMAI എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. CMA US എന്ന് പറയുന്നത് US-ലുള്ള ഒരു അതോറിറ്റി തരുന്ന സർട്ടിഫിക്കേഷനാണ്. ACCA എന്ന് പറയുന്നത് UK ബേസ്ഡ് ആണ്. ഈ പറയുന്ന ACCAയും CMA USും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ CMA US ഈ പറയുന്ന പോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് ആ സൈഡാണ് അവർ നോക്കുന്നത്. ACCA ഓഡിറ്റ്, ഫിനാൻസ്, ഈ 2 സംഭവം നോക്കുന്നത്. പക്ഷേ ഈ ACCA ആണെങ്കിലും CMA US ആണെങ്കിലും ഇന്ത്യയിൽ നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കരിയർ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ MNCസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടുള്ള. പിന്നെ അതേപോലെ ബിഗ് ഫോർസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒബ്വിയസ്ലി നമുക്കറിയാം അത് ഗ്ലോബലി കണക്റ്റഡ് ആയ ചെയിൻ ആയതുകൊണ്ട് സ്കോപ്പ് ഉണ്ടാവും എന്ന് പറയാം. പിന്നെ പക്ഷേ CMA ഇന്ത്യ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം CA ഇന്ത്യയും CMA ഇന്ത്യയും ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്നത് പോലെ എല്ലാ സെക്ടേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഗ്ലോബലി പോവാം, MNCസിൽ പോവാം, ബിഗ് ഫോർസിൽ പോവാം, ഇന്ത്യയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഒരു സ്കോപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളിങ്ങനെ കാണും 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിലാവും, 18 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വെറും 13 പേപ്പർ എഴുതിയാൽ ലൈഫ് സെറ്റാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. 13 പേപ്പറേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ ACCA എന്ന് പറയുന്നത് നമുക്ക് 1.5 വർഷം 2 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയ കോഴ്സാണ്. പക്ഷേ ഈ 13 പേപ്പർ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എവിടെ നിൽക്കും എന്നുള്ളതാണ്. അതാദ്യം നമ്മൾ വിദേശത്ത് പോകുക എന്നുള്ളത് അങ്ങനെ ആയിരിക്കും. ACCA ഒക്കെ നല്ല സ്കോപ്പുള്ളതാണ്. നല്ല ഏണിംഗ് കപ്പാസിറ്റിയിലൊരു ദുബായ് ഗൾഫ് കൺട്രികളിലൊക്കെ GCCs പറ്റും. യൂറോപ്പ് റീജിയനിലൊക്കെ നമുക്ക് ACCA വർക്കിംഗ് ആണ്. CMA അമേരിക്ക GCCയിൽ ചില ഭാഗങ്ങളിലൊക്കെയാണ്. കൂടുതലും US ബേസ്ഡ് ആണ് അതിലെന്ത് വരുന്നത്, നമുക്കതിൽ സ്കോപ്പ് വരുന്നത്. അവിടേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണമെന്നില്ല. അവരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് MNCസിൽ നമുക്ക് എന്താ ചെയ്യുക, ജോയിൻ ചെയ്യാം. ഇന്ത്യയിൽ ഒരാൾക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് ആക്ട്, GST ഇതൊക്കെ അറിയണം. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇതറിയുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, ലൈക്ക് കമ്പനി ആണോ, NGO ആണോ, സൊസൈറ്റി ആണോ, ട്രസ്റ്റ് ആണോ, വാട്ട് എവർ ദ എൻറ്റിറ്റീസ്, നമുക്ക് എന്ത് വേണം, ഇന്ത്യയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അവെയർ ആയിരിക്കണം. ഇപ്പോൾ കൊമേഴ്സിലെ കരിയർ മൊത്തത്തിൽ CA, CMA, ACCA, CMA അമേരിക്ക ഒക്കെ പറയുമ്പോൾ പാരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും നല്ലൊരു പേടിയുള്ള കാര്യമാണ്. ഇതിൽ കയറിയിട്ട് ഇത് കിട്ടാണ്ടായി പോവോ, കിട്ടാണ്ടായി പോയ ആളുകളുടെ ലൈഫ് എന്തായിരിക്കും, അവരോട് ശരിക്കും എന്താ നമ്മൾ പറയാ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓരോ പരസ്യങ്ങളും കാര്യങ്ങളും വെച്ചിട്ട്. അപ്പോൾ കിട്ടാതായി പോയാൽ എന്താ ചെയ്യുക ഇതിൽ? അത് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു പോയിന്റിലാണ് ഇവർ ഇത് ഡ്രോപ്പ് ചെയ്യണമെന്നുള്ളതാണ്. CA കോഴ്സിന് എൻറോൾ ചെയ്ത ഒരാൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു, ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്തു, 2 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കഴിഞ്ഞു, ഫൈനൽ എഴുതിയിട്ട് വർക്കൗട്ടായില്ല. ആ ഒരു പോയിന്റിലാണ് ഇവരത് ഡ്രോപ്പ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി എന്നുള്ള സംഭവം അവർക്ക് പ്രോമിസ്ഡ് ആണ്. മാർക്കറ്റിലേക്ക് അവർ ഇറങ്ങിയിട്ട് ഒരു ജോബ് അവർ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ റീപ്ലേസ് ചെയ്യാനുള്ള സംഭവം BCom മാത്രമുള്ള ഒരാളാണ് റീപ്ലേസ് ചെയ്യപ്പെടും. BCom MCom കഴിഞ്ഞിട്ട് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ റീപ്ലേസ് ചെയ്യും. കാരണം ഇവർക്ക് ഇൻ്റർമീഡിയറ്റ് കഴിയുന്നതോടുകൂടെ ഇവർക്ക് ഫീൽഡിലുള്ള നോളജും പ്ലസ് 2 ഇയേഴ്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാകുമ്പോൾ കൂടുതൽ എംപ്ലോയേഴ്സ് ഇവരെയാണ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, ഇവരെയാണ് അഡാപ്റ്റ് ചെയ്യുക. അത് ഒരു പോയിൻ്റാണ്. ഇനി നമ്മളിപ്പോൾ ഈ കോഴ്സിലേക്ക് നമ്മൾ എൻറോൾ ചെയ്തിട്ട് ലൈക്ക് 1 or 2 ഇയേഴ്സ് നമ്മൾ സ്ട്രഗിൾ ചെയ്തു, വർക്കൗട്ടായില്ല, +2 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ ബാച്ചിലേഴ്സിന് പോകാന്നുള്ളതാണ്. ഇനി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എൻട്രിക്ക് ട്രൈ ചെയ്തൊരു സ്റ്റുഡൻ്റാണ്. ബാച്ചിലേഴ്സ് കഴിഞ്ഞു, ഡയറക്റ്റ് എൻട്രി നോക്കി, ഇൻ്റർമീഡിയറ്റിലേക്ക് എൻറോൾ ചെയ്തു, വർക്കൗട്ടായില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ BCom വെച്ചിട്ട് അവർ ഏതിലേക്കാണോ വേണ്ടി അതിലേക്ക് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾ അത്രയ്ക്കും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ പറയുന്നത് പോലെ ബാച്ചിലേഴ്സ് ഒന്നും എടുക്കാതെ ഡയറക്റ്റ് ഇതിലേക്ക് ഫൗണ്ടേഷൻ വെച്ച് പോകാൻ പറ്റും. ഒരാൾക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, അതിനെക്കൊണ്ട് ഇത് പറ്റൂല എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ പാരലലി അവരെന്ത് ചെയ്യുക, ഡിഗ്രി ചെയ്യുക. ഡിഗ്രി ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ട് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കുക. പറ്റുന്നില്ലെങ്കിൽ കം ബാക്ക് ടു യുവർ ബാച്ചിലേഴ്സ്. ഓക്കെ, ആ നിലക്ക് നോക്കുന്ന സമയത്ത് ഇതിലൊരു സേഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എങ്ങനെയാണെങ്കിലും +2 കഴിഞ്ഞിട്ട് നോക്കുന്നവരാണെങ്കിലും ഡിഗ്രിയോടൊപ്പം നോക്കുന്നവരാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ ഒരു 1 or 2 ഇയർ മിസ്സായേക്കാം. എന്നാലും ലൈഫിൽ അത്ര ഒരു പ്രശ്നമുള്ള ചോയ്സ്, നമ്മളൊരു ചാലഞ്ച് എടുത്തു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആകും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ശരിക്കും ഒരു സാധാരണ ഒരാളുടെ CA ജേണി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മഷൂഖിനോടൊപ്പം. അതുപോലെ CA കൊമേഴ്സിലുള്ള മറ്റു പ്രൊഫഷണലുകൾ തമ്മിലുള്ള ഡിഫറൻസുകളെക്കുറിച്ച്, അതിലുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെല്ലാവരും സാമൂഹിക വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതലായിട്ട് മഷൂഖിനോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കരിയറിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മഷൂഖിനെ പോലുള്ള മഷൂഖിൻ്റെ തന്നെ CA സർവീസസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
സോ ഇത്രയും കൂടുതൽ നമ്മളോട് സംസാരിച്ചതിനും നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പറയാണ്, അതുപോലെ തന്നെ മഷൂക്കിനും താങ്ക് യു പറയാണ്.